അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 14 അധ്യായം 6 വാക്യം നമുക്ക് വായിക്കാം. യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. തൻ്റെ കഴുതയെ കാണാതായപ്പോൾ കീസ് തൻ്റെ മകനായ ശൗലിനെ കഴുതയെ കണ്ടുപിടിക്കുവാൻ ഏൽപ്പിച്ചു. എന്നാൽ ശൗൽ 3 ദിവസം അന്വേഷിച്ചിട്ടും കഴുതയെ കണ്ടുകിട്ടാതെ വന്നതിനാൽ ഭാഗ്യവശാൽ ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ശൗൽ എത്തേണ്ടി വന്നു. തൻ്റെ അപ്പൻ്റെ കഴുത എവിടെയാണെന്ന് പ്രവാചകനോട് ചോദിക്കുവാനാണ് ശൗൽ വന്നത്. എങ്കിലും ഇസ്രയേലിന് പ്രഭുവായിരിക്കാൻ ഒരു ശൗലിന് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നതിനാൽ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, അവനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന്. അങ്ങനെ കഴുതയെ കണ്ടുപിടിക്കുവാൻ കഴിവില്ലാതിരുന്ന ശൗൽ നിമിഷ നേരം കൊണ്ട് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഇന്ന് അനേകരും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും എന്ത് തെറ്റും ചെയ്യുവാൻ തയ്യാറാണെങ്കിലും പദവികൾ അവർക്ക് ലഭ്യമല്ലാതായി തീരുമ്പോൾ ഓർക്കുക, ദൈവസന്നിധിയിൽ താഴ്മയോടെ ക്രിസ്തുവിൻ്റെ ബോഷനായി ഇരുന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മെ ഉയർത്തുന്നവനായ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവന് അല്പം കൊണ്ടോ അധികം കൊണ്ടോ നമ്മെ സഹായിക്കുവാൻ കഴിവുണ്ട്. അഭിഷേകം പ്രാപിച്ച ശൗലിനോട് ശമൂവേൽ പറഞ്ഞു, നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിൻ്റെ അടുക്കൽ വരും. ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. 1 ശമൂവേൽ 10 അധ്യായം 8 വാക്യമാണ് നാം കേട്ടത്. ശമൂവേൽ നിശ്ചയിച്ച അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. 1 ശമൂവേൽ 13 അധ്യായം 8 വാക്യമാണ് നാം കേട്ടത്. ജനം ശൗലിനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ച് തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. 1 ശമൂവേൽ 13 അധ്യായം 9 10 വാക്യങ്ങളാണ് നാം കേട്ടത്. ശൗലിനോട് ശമൂവേൽ ചോദിക്കുകയാണ്, നീ ചെയ്തത് എന്ത്? ശൗൽ ന്യായീകരണം പലതും പറഞ്ഞു. ശമൂവേൽ ശൗലിൻ്റെ ന്യായീകരണത്തിന് കൊടുത്ത മറുപടി, നീ ചെയ്തത് ഭോഷത്വമാകുന്നു. 1 ശമൂവേൽ 13 അധ്യായം 13 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ശമൂവേൽ 13 അധ്യായം 13 വാക്യത്തിൽ ശമൂവേൽ ശൗലിനോട് തുടർന്ന് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ കൊണ്ട് തനിക്ക് ബോധിച്ചൊരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിൻ്റെ പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. 1 ശമൂവേൽ 13 അധ്യായം 13 14 വാക്യങ്ങളാണ് നാം കേട്ടത്. ദൈവം ഒരു വ്യക്തിയെ തൻ്റെ ആവശ്യത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു യോഗ്യതയും ആ വ്യക്തിയിൽ ദൈവം തിരയുകയില്ല. കാരണം നമ്മുടെ യോഗ്യതയോ ജ്ഞാനമോ ദൈവത്തിന് ആവശ്യമില്ല. ഒരു ഉപകരണം മാത്രമായാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവമാണ് എന്ന് നാം ഓർക്കണം. എന്നാൽ നമ്മെ ഉപയോഗിച്ച് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിശ്ചയമായും നാം വിശ്വസ്തരാണെന്ന് നാം ദൈവത്തിന് തെളിയിച്ചു കൊടുക്കണം. ദൈവം നമ്മിൽ നിന്നും നോക്കുന്ന ഒരേ ഒരു കാര്യം നാം വിശ്വസ്തരാണോ എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ്. നാം അതിൽ വിജയിച്ചാൽ മാത്രമേ പിന്നീടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ പിന്നാലെ വരികയുള്ളൂ. 7 ദിവസം കാത്തിരിക്കണമെന്ന് ശൗലിനോട് ശമൂവേൽ പറഞ്ഞു എന്നാണ് ശൗൽ ചിന്തിച്ചത്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യം ശമൂവേൽ ശൗലിനെ അറിയിച്ചു എന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ശൗൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ പോയിരിക്കുന്നു. ആകെ 600 പട്ടാളക്കാർ മാത്രമാണ് ശൗലിൻ്റെ കൂടെയുള്ളത്. അവൻ ശത്രു സൈന്യത്തെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. വാളും കുന്തവുമില്ലാത്ത കുറച്ച് പട്ടാളക്കാരുമായാണ് ശൗൽ യുദ്ധത്തിന് ചെന്നത്. അതും ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ. ശക്തന്മാരായ ഫിലിസ്ത്യർ കൂട്ടത്തോടെ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ വന്നു. ശൗൽ ഭയപ്പെട്ട് മാറിയിരിക്കുന്നു.
ഈ സമയത്താണ് 1 ശമൂവേൽ 14 അധ്യായം 1 വാക്യത്തിൽ ശൗലിൻ്റെ മകൻ യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫിലിസ്ത്യരുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞ് അവൻ അപ്പനോട് പറഞ്ഞില്ല. താനും ശൗൽ ഗിബെയയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതളനാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. ശത്രുവിനെ ഭയന്നിട്ടായിരുന്നു അവൻ്റെ ഇരിപ്പ്. 1 ശമൂവേൽ 11 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അമ്മോന്യനായ നാഹാഷ് ഗിലെയാദിലെ യാബേസിന് നേരെ യുദ്ധം ചെയ്യുവാൻ വന്നപ്പോൾ അവരെ എതിർക്കുവാൻ കഴിവില്ലാത്തതിനാൽ യാബേസ് നിവാസികൾ കരയുന്നത് കണ്ടു. അവർ എന്തിന് കരയുന്നുവെന്ന് ശൗൽ അന്വേഷിച്ചു. അവർ കരയുന്ന കാര്യം യാബേശ്യരുടെ നിമിത്തമാണെന്ന് അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. ശത്രുക്കളുടെ മുമ്പിൽ യുദ്ധത്തിന് പോകുവാൻ ദൈവത്തെ അനുസരിച്ച ശൗലിന് നല്ല ധൈര്യമുണ്ടായിരുന്നു. എന്നാൽ 1 ശമൂവേൽ 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ശൗൽ മാതളനാരകത്തിന് കീഴിൽ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ശൗലിൻ്റെ മകനായ യോനാഥാൻ അവൻ്റെ ആയുധവാഹകനായി ഒറ്റയ്ക്ക് ഫിലിസ്ത്യ പട്ടാളത്തിലേക്ക് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. ആ സമയം ശൗലിൻ്റെ ദൈവഭയമുള്ള മകനായ യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരോട് പറയുകയാണ്, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസം ഉണ്ടാവുകയില്ലല്ലോ. ദൈവത്തെ ഭയപ്പെട്ട യോനാഥാൻ്റെ മുന്നിൽ ശത്രു സൈന്യങ്ങൾ വീണുകൊണ്ടിരുന്നു. ആയുധവാഹകൻ അവൻ്റെ പിന്നാലെ കൊന്നുകൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിൻ്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിനും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി വലിയ ഒരു നടുക്കമുണ്ടായി. 1 ശമൂവേൽ 14 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ശത്രു സൈന്യത്തെയോ യുദ്ധങ്ങളെയോ കണ്ട് ഭയപ്പെടേണ്ട. നാം യുദ്ധം ചെയ്യാതെ യുദ്ധവീരനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ സമയം ചെലവഴിക്കാമെങ്കിൽ യേശു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും നാം വിജയിക്കുകയും ശത്രു ലജ്ജിക്കുകയും ചെയ്യും. ആകയാൽ വിശ്വസ്തയുടെ മാർഗം നമുക്ക് പിൻപറ്റാം. വിശ്വസ്തയുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് വിശ്വസ്തനായ കർത്താവിനെ നമുക്ക് അനുസരിക്കാം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നാലും എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും എന്ന് ചിന്ത നമ്മെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചാലും സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ യുദ്ധങ്ങൾ ഏൽപ്പിക്കാം. അവനോട് മാത്രം നമുക്ക് നിലവിളിക്കാം. അവൻ അതിന് പരിഹാരം കാണിച്ച് തരിക തന്നെ ചെയ്യും. കാരണം സഹായിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ പറ്റാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടുമില്ല. എന്നാൽ നാം പാപം ചെയ്താൽ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കും എന്ന് നാം മറക്കരുത്. നാം നശിച്ചു പോകാതിരിക്കുവാനാണ് കർത്താവ് അങ്ങനെ ചെയ്യുന്നത്. അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമാകയാൽ നമ്മുടെ യുദ്ധങ്ങളെല്ലാം നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ ജീവിച്ച് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.